ഹലോ എവരി വൺ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്നൊരു ഓണ സ്പെഷ്യൽ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവല്ലേ? കമോൺ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഗൈസ്. അൺബോക്സ് ചെയ്യാൻ എൻ്റെ അനിയനാണെങ്കിൽ തിടുക്കായിട്ട് വയ്യ. ഓന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല കേട്ടോ. കത്രിക എടുത്ത് വരാറുണ്ടെങ്കിൽ ഓൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ സുന്ദരി എന്താക്കിക്കിന് അത് പൊളിക്കൻ്റെ, ഓന് പൊളിക്കണ്ട ഞാൻ തന്നെ പൊളിച്ചോളാം എന്നുള്ളതിൽ ഓള് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൻ വരുമ്പോഴത്തേനും ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പാവൻ്റെ അച്ഛൻ ഓടിപ്പോയതായിരുന്നു. കത്രിക തപ്പാൻ വേണ്ടി പോയതാണ് സംഭവം. അതെടുത്ത് വന്നപ്പോൾ ഇതാ നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് പിന്നെ അവന് സമാധാനമില്ല, ഓൻ തന്നെ ഓരോന്ന് എടുത്ത് തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് പൊടികളും നമ്മൾ ഓണത്തിന് എന്തൊക്കെ ഉണ്ടാക്കണ്ടോ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്ട്സും ഇതിലുണ്ട് കേട്ടോ ഗൈസ്. ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഓണത്തിന് സദ്യയൊക്കെ തിന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പൊടികൾ വെച്ചുണ്ടാക്കിയെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞുതരാം ഗൈസ്. ഞാനിതാ എല്ലാ സാധനങ്ങളും സ്പീഡിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ വീഡിയോ ലോങ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പൊടികൾ അതിലുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവസാനം. അപ്പോഴത്തേന് ഇതൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചാട്ടെ. പിന്നെ നമുക്കതിന്നൊരു ലക്കി കൂപ്പൺ കിട്ടിയായിരുന്നു കേട്ടോ, ഡയമണ്ട് മോതിരങ്ങളും സമ്മാനങ്ങളും. അപ്പോൾ ഈ കൂപ്പൺ ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൽ. കൂപ്പൺ ഇല്ലാത്തതും ഉണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വാങ്ങാമല്ലോ. വാങ്ങണം ആഗ്രഹമുള്ളവരൊക്കെ എന്നോട് പറയുക ഗൈസ്, ഞാൻ അവസാനം നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ പൊടികളല്ലെന്ന് ഫസ്റ്റ് ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അച്ഛനാണെങ്കിൽ അച്ചാർ കൈ കിട്ടിയപ്പോൾ തൊട്ട് അതൊന്ന് എങ്ങനെയാലും ഒന്ന് ടേസ്റ്റ് നോക്കണം ഗൈസ്. നമുക്കാണെങ്കിൽ പായസത്തിന് 2 പാക്ക് കിട്ടും. ഒന്ന് പാലട പായസം, അതേപോലെ തന്നെ ഒന്ന് സേമിയ പായസം. പായസം കുടിച്ച് മരിക്കും. മഞ്ഞപ്പൊടി ഉണ്ട്, മുളകും പൊടി ഉണ്ട്, ഇനി പടത്ത് എന്താണാവോ സാമ്പാർ പൗഡർ ഉണ്ട്. സാമ്പാർ പൗഡറിൻ്റെ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്താ മല്ലിപ്പൊടി ഉണ്ട്, അതേപോലെ തന്നെ ഒരു സാമ്പാർ പൊടി കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്താ ഒരു ബോക്സിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഈ ബോക്സ് കാണാൻ. കാശ്മീരി മുളക് പൊടിയാണ്. എനിക്ക് ആ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല നീറ്റായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ രസത്തിൻ്റെ മിക്സില്ലേ, രസം മിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഗരം മസാല ഉണ്ട്. ഇനിയിപ്പോൾ എന്താണാവോ ഞാൻ കാണുന്നില്ല. സേമിയവും അതേപോലെ തന്നെ പാലട പ്രഥമൻ്റെ പാലട പായസം മിക്സും അടിപൊളിയല്ലേ. നമുക്ക് ഓണത്തിൻ്റെ അന്ന് പായസം കുടിച്ച് മരിക്കണം ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഓണത്തിൻ്റെ കിറ്റുകളൊക്കെ ആവശ്യമുള്ളവർ എന്തായാലും ഞാൻ തരുന്ന നമ്പറിലൊന്ന് വിളിച്ച് നോക്കണം ഗൈസ്. ആ നമ്പർ ഞാൻ അവസാനം കൊടുക്കുന്നതാണ്. പറഞ്ഞില്ല ഫ്രണ്ട്സ്, അത് കയ്യെ കിട്ടിയപ്പോൾ തൊട്ട് അച്ഛന് എങ്ങനെയാലും അത് പൊളിക്കണം എന്നതിന്. അപ്പോൾ ഉമ്മച്ചിനെ പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ അച്ചാറും പാക്കറ്റ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് ഇങ്ങോട്ട് പൊട്ടിച്ച് കൈമലാക്കിയപ്പോൾ പിന്നെ മക്കളിൻ്റെ തൊള്ളയിൽ വെള്ളം, ഒരു കപ്പലോടാൻ മാത്രമുള്ള വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് സംഭവം തന്നെ. അതിന് നിങ്ങൾക്കറിയാലോ എനിക്കത് ടേസ്റ്റ് നോക്കിയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ സുന്ദരനെ കൊണ്ടും അച്ഛനെ കൊണ്ടൊക്കെ ടേസ്റ്റ് നോക്കിപ്പിച്ച് ഒരൊക്കെ പൊള്ളിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു രക്ഷയില്ല. എനിക്ക് അത് ടേസ്റ്റ് നോക്കാതെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം ഞാനൂടി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് അത് കഴിക്കായിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് നിന്നിട്ട് എന്താ അറിയില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എൻ്റെ പൊന്നു മക്കളേ, എന്ത് രസമാണ് അറിയോ. ഞാനപ്പോൾ തിന്ന ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ്. ഇനി ഞാൻ പറഞ്ഞുതരാം, കാരക്കയും നാരങ്ങയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇതിൻ്റെ പൊന്നേ എന്ത് പറയാനാ, എനിക്ക് കഴിക്കാനോ. അപ്പം നിങ്ങൾ ഈ കണ്ട ഓണക്കിറ്റ് എങ്ങനെയുണ്ട്? പൊള്ളിയല്ലേ? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഒരച്ചാറാണ് മോനെ മസ്റ്റ്. ഇതമ്പോ ഉണ്ടാക്കണ്ടല്ലോ, ഞാൻ എന്തായാലും ഇപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നു. ഇനി എന്തായാലും ഓണത്തിൻ്റെ അന്ന് ഞാൻ എന്തായാലും റിസൾട്ട് പറയാം ഗൈസ്. അടിപൊളിയാണ് എന്നാണ് ഞാൻ കേട്ടത്. അപ്പം നിങ്ങൾക്കും ഓണത്തിന് ഇവരുടെ കൂടെ ഇവരുടെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാവും നിങ്ങളെന്തായാലും പറയണം ഗൈസ്. നിങ്ങളെന്തായാലും അവരുടെ അടുത്തുനിന്ന് വാങ്ങുക. പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം യൂസ് ചെയ്തൊക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. എന്ത് കിട്ടിയാലും
ഓരോ കോൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് ഒരു ഔട്ട്രോ പോലും പറയാനുള്ള സമയം എനിക്കില്ല കേട്ടോ. ഞാൻ എന്തായാലും ഒന്നും പറയാനും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നവരേക്കും സൗണ്ടൊക്കെ പോയടാം. അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. ഗൈസ് ഔട്ട്രോ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയത്. നിങ്ങൾ പോവല്ലിട്ടോ, ഒരൊറ്റ മിനിറ്റ്. അല്ല കറണ്ട് എന്നെ ചച്ചോ, ഒന്നെങ്കിൽ കോള് അല്ലെങ്കിൽ കറണ്ട് എപ്പോഴും എന്നെ ഇങ്ങനെ ചച്ചോണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. സംഭവം ഒരു സാധനം കാണിച്ചു തരണ്ടേന്, എന്തായാലും ഞാൻ ടോർച്ച് വെച്ചിട്ടിരിക്കാലോ. ഇത് കണ്ട എൻ്റെ പൊന്നാര പണിക്കല്ലോളെ, നമ്മളെ തിരുമ്പുന്നത്, അതേപോലെ തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നത്, പാത്രം കഴുകുന്നത്, അങ്ങനെ എല്ലാത്തരം ഹാൻഡ് വാഷ്, സോപ്പ്, കുടിക്കാത്തവർക്കൊക്കെ നല്ലതാട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറയുന്നിട്ട്. ഇത് വേറൊരു പെട്ടിയാണ്. അപ്പോൾ ഈച്ചാൽ വേണമെന്നുള്ള ആൾക്കാരും അതൊക്കെ എന്താണാവോ എനിക്കറിയില്ല കേട്ടോ. അതെ, ഞാനൊരു ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എന്തായാലും അതിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ്സ് പറയുക, പർച്ചേസ് ചെയ്യുക. അടിപൊളിയാണ് അല്ലേ മാ?